ഏറെ സന്തോഷകരമായ ഒരു ദിനമാണ്. പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ദൗർഭാഗ്യവശാൽ 2 തവണ നമുക്ക് മാറ്റിവെക്കേണ്ടി വന്നു. ഇന്ന് ഇവിടെ നമ്മുടെ ബഹുമാനിയായ കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് നിർവഹിക്കുകയാണ്. ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന മുഴുവനാളുകളെയും സ്വാഗതം ചെയ്യുക എന്ന കടമയാണ് എനിക്ക് നിർവഹിക്കുന്നത്. ഇവിടെ വിശദമായ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കും എന്നതുകൊണ്ട് താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആരോഗ്യ മേഖലയിലെ സേവനങ്ങൾ എത്ര കണ്ട് പൂർത്തീകരിക്കാൻ കഴിയുമോ അതിന് കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ താലൂക്ക് ആശുപത്രിയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ ശിലാസ്ഥാപന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഏറെ അഭിമാനിക്കാൻ കഴിയുന്നത് കഴിഞ്ഞ വർഷത്തെ കേരളത്തിലെ ഏറ്റവും ഉന്നതമായ ആരോഗ്യ മേഖലയിലെ ഒരു അവാർഡ് ആർദ്ര കേരളം അതിന് 1ാം സ്ഥാനം നേടിയെടുക്കാൻ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിൽ ആർദ്ര കേരള പുരസ്കാരം പ്രഖ്യാപിക്കുക. സ്വാഭാവികമായും അത്തരമൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരുപാട് പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ നല്ല നിലയിൽ ജനപങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ഈ ജനപങ്കാളിത്തം നൽകുന്ന സൂചന ഇന്ന് ഈ ആരോഗ്യ കേന്ദ്രം നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾക്കുള്ള അവരുടെ അംഗീകാരമാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. സ്റ്റാഫ് പാറ്റേൺ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളത് കൂടി ബഹുമാനിയായ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുകയാണ്. സ്വാഭാവികമായും ഈ ആശുപത്രിയുടെ വികസനത്തോടനുബന്ധിച്ച് അത്തരത്തിലുള്ള CKD കോളേജിൽ നമുക്ക് വിട്ടുകിട്ടാനുണ്ട്. അതിൻ്റെ അവസാന നടപടികളിലേക്ക് നമുക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ 2 ഏക്കർ ഭൂമി കൂടി വിട്ടുകിട്ടുന്ന നടപടികൾ ത്വരിതപ്പെടുത്തണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഇവിടെ വീണ ജോർജാണ്. അവരെ ഈ പേരാമ്പ്രയുടെ ബഹുജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നമുക്കേവർക്കും ബഹുമാന്യനും പ്രിയങ്കരനുമായ സഖാവ് TP രാമകൃഷ്ണൻ MLA ആണ്. നമുക്കറിയാം, കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട ഒരു സമയമാണിത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പേരാമ്പ്രയിലെ പൗരാവലി അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിലെ മുഖ്യാതിഥികൾ ഒന്ന് ശ്രീ ഷാഫി പറമ്പിൽ, ബഹുമാന്യായ വടകര MP-യാണ്. അദ്ദേഹം എത്തിച്ചേരുന്നതിനുള്ള അസൗകര്യം അദ്ദേഹത്തിന് മറ്റ് ഔദ്യോഗിക പരിപാടികൾ ഉള്ളതിനാൽ എത്തിച്ചേരുന്ന ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പ്രസിഡന്റുമാരായ ശ്രീ DK പ്രമോദ്, നമ്മുടെ മുൻ MLA-മാർ സഖാവ് K കുഞ്ഞുമോൻ മാസ്റ്റർ, സഖാവ് AKP, ഈ താലൂക്ക് ആശുപത്രിയുടെ വിവിധമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി MLA-മാർ അവരുടെ ഏറ്റവും മികച്ച ഇടപെടലുകൾ നടത്തിയവരാണ്. അവരുടെ മുഖ്യാതിഥികളായി പങ്കെടുക്കുന്നു. സഖാവ് K കുഞ്ഞുമോൻ മാസ്റ്ററെയും സഖാവ് AK മാസ്റ്ററെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാസ്റ്റർ, ശ്രീ യൂസഫ് ലോറത്ത്, ശ്രീ RK മുനീർ, ശ്രീ NK മനസ്സ്, പാലിയേറ്റീവ് പ്രവർത്തകന്മാർ, ആരോഗ്യ പ്രവർത്തകന്മാർ, ബഹുജനങ്ങൾ എല്ലാവരെയും ഈ സംഘാടന സമിതിക്ക് വേണ്ടി, മാധ്യമ പ്രവർത്തകന്മാർ എല്ലാവരെയും ഈ സംഘാടന സമിതിക്ക് വേണ്ടി ഔപചാരികമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി
ബഹുമാന്യനായ പേരാമ്പ്രമിലെ ശ്രീ ടി പി രാമകൃഷ്ണൻ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ജനങ്ങളെ സമീപിക്കുകയും ചെയ്തിരുന്ന NCPയുടെ നേതാവ് ശ്രീ ബാലൻ ഈ കഴിഞ്ഞ ദിവസം നിര്യാതനായി. ഇന്ന് 10 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ പേരാമ്പ്രയിലെ ജനങ്ങൾക്കുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ മറ്റ് നടപടികളിലേക്ക് നമുക്ക് കടക്കാം. അനുശോചനം രേഖപ്പെടുത്തുന്നതിന് അല്പസമയം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ അവസാന തീയതി നിശ്ചയിച്ചപ്പോൾ മാറ്റേണ്ടി വന്നത് വയനാട് ദുരന്തത്തിൽ 100 കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. എല്ലാ ഭൗതിക ശരീരങ്ങളും കണ്ടെത്താനായിട്ടില്ല. ശരീര അവയവങ്ങളുടെ ചില ഭാഗങ്ങൾ കിട്ടിയപ്പോൾ മൃതശരീരത്തിന് കൊടുക്കേണ്ടുന്ന എല്ലാ ആദരവും നൽകിക്കൊണ്ടാണ് ഭൗതിക ശരീരം സംസ്കരിച്ചത്. എല്ലാം നഷ്ടപ്പെട്ടവരുടെ സംരക്ഷണത്തിന് സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ ജനവിഭാഗങ്ങളും ചേർന്ന് പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. അതിവേഗം അവർക്ക് ആശ്വാസകരമായ നിലയിൽ പുനരധിവാസ പ്രക്രിയ പൂർത്തീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിയും. സംസ്ഥാന ഗവൺമെന്റിന് എല്ലാ മേഖലകളിൽ നിന്നും പിന്തുണ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു രാത്രിയിൽ ഒന്ന് ഉറക്കെ കരയാൻ പോലും നിവൃത്തിയില്ലാതെയാണ് നിരവധി ആളുകൾ പാറക്കൂട്ടങ്ങളുടെയും മരത്തടികളുടെയും ചെടിയുടെയും ഇടയിൽ മുങ്ങിത്താന്നത്. 6 അംഗങ്ങളുള്ള ഒരു കുടുംബം പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോഴാണ് ദുരന്തമുണ്ടായി. അതുപോലെ തന്നെ അവരുടെ മനുഷ്യരീരവും കിട്ടി. എത്രയോ ഹൃദയവേദകമായ കാഴ്ചയാണ്, അനുഭവങ്ങളാണ് വയനാട് ദുരന്തത്തെ തുടർന്നുണ്ടായത്. ആ വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവരോടും ഉള്ള അനുശോചനവും ദുഃഖവും ഇവിടെ നാം രേഖപ്പെടുത്തുകയാണ്. അനുശോചനം അറിയിക്കുന്നതിന് എല്ലാവരും അല്പസമയം എഴുന്നേറ്റ് നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, പേരാമ്പ്രയിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി സമീപിക്കുന്ന ഒരു ചികിത്സാ കേന്ദ്രമാണ്. പ്രൈമറി ഹെൽത്ത് സെന്ററായി തുടങ്ങി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററായി പ്രവർത്തിച്ചു വരുമ്പോഴാണ് ഈ ആശുപത്രി താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയത്. താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയിട്ടുണ്ടെങ്കിലും അതിനനുസൃതമായ സൗകര്യങ്ങളും രോഗികളെ ചികിത്സിക്കാൻ ആവശ്യമായ ഡോക്ടർമാരും പാരാമെഡിക്കൽ ജീവനക്കാരും പൂർണ്ണമായും ആയിക്കഴിഞ്ഞിട്ടില്ല.
പേരാമ്പ്ര ആശുപത്രിയുടെ വികസനത്തിന് മുൻ MLA-മാരായ NK രാധ, AK പട്ക മാസ്റ്റർ, കുഞ്ഞമ്മദ് മാസ്റ്റർ, ഇവിടെയുള്ള ബ്ലോക്ക് പഞ്ചായത്ത്, പ്രത്യേകിച്ചും കുഞ്ഞമ്മദ് മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ആശുപത്രിയുടെ നാലാതരം വികസനത്തിന് തുടക്കമാകുന്നത്. എല്ലാ വിഭാഗവാദികളെയും സഹകരിപ്പിച്ച് ഈ ആശുപത്രിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതിന്റെ ഭാഗമാണ് നാളിതുവരെയും കൈവരിച്ച നേട്ടങ്ങൾ. ജനങ്ങൾക്ക് സഹായകരമായ നിലയിൽ ഒരു കാരുണ്യ മെഡിക്കൽ ഷോപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ഈ ആശുപത്രിയുടെ ഭാഗമായിട്ടുണ്ട്. ഈ ആശുപത്രിയുടെ പൂർണ്ണ വികസനം കൈവരിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് 76 കോടി രൂപ കിഫ്ബി പദ്ധതിയിലൂടെ പേരാമ്പ്ര ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി നീക്കിവെച്ചു. 76 കോടി 56 കോടി രൂപയുടെ ധനവിനിയോഗത്തിനാണ് അനുമതി നൽകിയിട്ടുള്ളത്. ആശുപത്രിയുടെ നേരത്തെ തന്നെ കൈവശമുണ്ടായിരുന്ന സ്ഥലത്ത് വികസനത്തിന് ആവശ്യമായ കെട്ടിടം നിർമ്മിക്കുന്നതിന് തുടക്കം കുറിക്കുകയാണ്. 20 കോടി രൂപ ഇതിന്റെ തുടർ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ കഴിയും. പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും അതിനനുബന്ധമായ മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും പേരാമ്പ്ര കോളേജിന്റെ ഭാഗമായ 2 ഏക്കർ ഭൂമി ഈ ആശുപത്രിക്ക് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് നൽകുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം യോഗം ചേർന്ന് ഈ സ്ഥലം കൈമാറ്റം ചെയ്യുന്നതിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കോളേജ് പഠനത്തിനും കോളേജിന്റെ വികസനത്തിനും ഒരു തരത്തിലും ബാധിക്കാത്ത നിലയിലാണ് ഈ സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിലപാടുകൾ എടുത്തിട്ടുള്ളത്. ഇനിയും നമ്മുടെ ലക്ഷ്യം കൈവരിക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ധന വിനിയോഗ അനുമതി ലഭിച്ചിട്ടുള്ള തുക ഉപയോഗിച്ച് ഇവിടെ 7 നില കെട്ടിടം ആശുപത്രിയുടെ നാനാതരത്തിലുള്ള വികസനത്തെ മുൻനിർത്തി നിർമ്മിക്കുകയാണ്. അത് വരുന്ന മുറയ്ക്ക് ആശുപത്രിയിൽ ആവശ്യമായ ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും ഈ ആശുപത്രിക്ക് വേണ്ടി ലഭ്യമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ മഹത്തായ കർമ്മം ഇവിടെ നിർവഹിക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ലോകത്തോടൊപ്പം മുന്നേറുന്നതിന് നേതൃത്വം നൽകി വരുന്ന ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജാണ് എല്ലാവരുടെയും അനുവാദത്തോടെ ഈ മഹത്തായ സംരംഭത്തിൽ ഈ ദൗത്യം നിറവേറ്റുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെ ക്ഷണിക്കുന്നു. ജനങ്ങളുടെ സഹകരണത്തിന് വേണ്ടി, തുടർച്ചയായ സഹകരണത്തിന് വേണ്ടി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു.
Gracias.